സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഇപ്പോൾ ക്രിയേറ്റീവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയാം, നമുക്ക് CTR എത്ര ആൾക്കാർ നമ്മൾ ക്രിയേറ്റീവ് കണ്ടിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നമാണ് മെറ്റാഡ്സ് ചെയ്യുമ്പോൾ റിസൾട്ട് ഡ്രോപ്പ് ആവുന്നു, റിസൾട്ട് കിട്ടുന്നില്ല. എന്തായിരിക്കും ആക്ച്വലി ആ ഒരു ഇഷ്യൂ വരുന്നത്? അതിനെ നമുക്ക് ഷോക്കേസ് ഇപ്പോൾ ഒരെണ്ണം നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റതിനെ നമുക്ക് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം, മറ്റേതിന് നമുക്കൊരു ടെസ്റ്റിമോണിയൽ രീതിയിൽ ചെയ്യാം, വേറൊരിതിന് നമുക്ക് പ്രോപ്പർ പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അവിടെ തന്നെ നമുക്ക് പോസ്റ്റേഴ്സ് ചെയ്യാം, കെറോസിൽ ചെയ്യാം, കളക്ഷൻ ആഡ് ചെയ്യാം, കാറ്റലോഗ്സ് ഉണ്ടെങ്കിൽ കാറ്റലോഗ് ആഡ് ചെയ്യാം. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് മിസ്റ്റർ ഷെബിൻ, WPPയിലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് മാനേജറാണ്. ഷെബിൻ്റെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? എങ്ങനെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് എത്തി, എങ്ങനെ WPPയിൽ ജോയിനായി? ഓക്കെ, എൻ്റെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ടെക് ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് ഒരു ഹയർ സെക്കൻഡറി തൊട്ട് കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ PG MCA അങ്ങനെ ഒരു ജേണിന്നാണ് വന്നത്. പിന്നെ ഒരു PG ചെയ്യുന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടി ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി IT ഫീൽഡിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ് മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പിന്നെ PG കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റാൻഡമായിട്ട് പല വർക്കൊക്കെ ചെയ്തു. സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, IT വർക്ക് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിങ്ങിന് ഒരു പാർട്ട് ഓഫ് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ കൊടുത്ത് നമ്മൾ സൈഡിൽ സ്റ്റാർട്ടപ്പ് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി നമ്മൾ ആ ഒരു ജേണിയിൽ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഒരു ഓൺട്രപ്രണർ സൈഡിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനിക്ക് പേഴ്സണലി ഞാനിപ്പോഴും ഫീൽ ചെയ്യുന്നത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറേയധികം പ്രാക്ടിക്കൽ നോളജ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഗെയിൻ ചെയ്യാൻ പറ്റി. ഒരു 2019-20 മുന്നേ തന്നെ അപ്പോൾ അങ്ങനത്തെ ഫീൽഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞാണ് ശരിക്കും കുറച്ചുകൂടെ ഒരു ഫുൾ ആക്റ്റീവായിട്ട് കരിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എനിക്ക് ഈ സ്റ്റാർട്ടപ്പ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പരിപാടി. പക്ഷേ അന്നേരം ഞാൻ നോക്കിയ സ്റ്റാർട്ടപ്പ് ഒന്നും ഒരു രീതിയിൽ എത്തുന്നില്ല. പിന്നെ എന്തായാലും ഒരു ജോബിന് കയറണം എന്നുള്ളൊരു മൂഡ് വന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ജോബ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് പറഞ്ഞു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SEO ഇതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ IT വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സുഖമാണ് എന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് വന്നു. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ബേസിക്സ് പഠിച്ച് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഓക്കെ എല്ലാം അറിയാം, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കോഴ്സ് എടുത്തപ്പോഴും കോഴ്സിനെ മാത്രം ഞാൻ ഡിപ്പെൻഡ് ചെയ്തില്ല. അപ്പോഴും ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ടായിരുന്നു. ലൈക്ക് ഇപ്പം ആ എടുത്ത കോഴ്സ് എന്ന് പറയുമ്പോൾ പെർ ഡേ 2 hours സെഷനുള്ളൂ കോഴ്സിൻ്റെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും ഞാൻ ബാക്കി റിമൈനിങ് ഒരു 5 to 6 hours ഞാൻ തന്നെ കൂടുതൽ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടൈം കിട്ടും, നമ്മളതിനെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ആ കോഴ്സ് ഓൾമോസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഇതാണ് ഒരു റൂട്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അന്നേരം എനിക്ക് SEO മാത്രമാണ് കോഴ്സ് ചെയ്ത സമയത്ത് മനസ്സിലായിട്ടുള്ളൂ. കാരണം അപ്പോൾ പെയ്ഡ് ആഡ്സ് അങ്ങനെ കോഴ്സിൽ ഒരുപാട് കവർ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോബിനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും പെയ്ഡ് ആഡ്സിൽ തന്നെ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റി. സോ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ഫസ്റ്റ് 2 yearsനകത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. കയറിയപ്പോൾ അത്യാവശ്യം സ്ട്രഗ്ലിംഗ് ആയിരുന്നു, പക്ഷേ ലൈക്ക് നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഒരു സെൽഫ് ലേണിംഗ് എക്സ്പ്ലോർ ചെയ്യേണ്ടി നോക്കി. അപ്പോൾ എനിക്ക് പേഴ്സണലി എപ്പോഴും ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെയാണ്, ഈ ബിസിനസ് എൻ്റെ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്തായാലും അതിന് റിസൾട്ട് കൊണ്ടുവരണം, ഇത് ഗ്രോത്ത് ഉണ്ടാക്കണം. അപ്പോൾ ആ ബിസിനസ് ഓണർ ചിന്തിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ ഐഡിയാസ് എനിക്ക് ചിലപ്പം കാണാൻ പറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കോപ്പ് കാണാൻ പറ്റി. അപ്പോൾ അതെന്തായാലും എക്സ്പ്ലോർ ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്ത് ഇതെന്തായാലും എനിക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു മൂഡിലായിരുന്നു ഇനീഷ്യലിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ കേരളത്തിലൊക്കെ തന്നെയുള്ള ഏജൻസിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഗ്രാജുവലി വന്നപ്പോൾ കൂടുതൽ പ്ലാറ്റ്ഫോംസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമും പുതിയത് പഠിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ എനിക്കുണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ഫീച്ചർ കാണുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ജസ്റ്റ് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു ബിസിനസ്സിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി, അത് എക്സ്പ്ലോർ ചെയ്തു. സോ അങ്ങനെ ഗ്രാജുവലി ഒരു എല്ലാ പ്ലാറ്റ്ഫോമിലും ഓൾമോസ്റ്റ് ഒരു ഇനീഷ്യൽ ഒരു 2 years എക്സ്പീരിയൻസിൽ തന്നെ എക്സ്പീരിയൻസ് ആയി. ലൈക്ക്
വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ മെറ്റ തൊട്ട് എല്ലാ ഫേമസ് പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയ കഴിഞ്ഞിട്ട് പിന്നെ നേറ്റീവ് ആഡ്സിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ സെർച്ച് പ്ലാറ്റ്ഫോംസിൽ ബിങ്ങും ഗൂഗിൾ സെർച്ചും ഒക്കെ നമ്മൾ ആ സമയത്ത് ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പെർ ഡേ തന്നെ 1 lakh ഒക്കെ ആഡ് സ്പെൻഡൊക്കെ ആ ഒരു 2021 പീരീഡിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കും. ലൈക്ക് എനിക്ക് അന്നേരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 5-6 കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അതിനകത്ത് നിന്ന് ചിലപ്പോൾ 1-2 കാര്യങ്ങൾ വർക്കാവും. ആ വർക്കാവുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് സ്കെയിൽ ചെയ്യും. വർക്കാവാത്ത കാര്യങ്ങൾ നമുക്കൊരു ഇൻസൈറ്റ്സ് കിട്ടും. അതിനെ നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ അപ്പം പ്രൊഫൈൽ അത്യാവശ്യം സ്ട്രോങ് ആയി. പിന്നെ എനിക്ക് ഗ്രൂപ്പും പബ്ലിക് ഈസ് ഗ്രൂപ്പ് പിന്നെ സിംപ്ലിലാണ് അവരുടെയൊക്കെ ഓഫേഴ്സ് ഓൾമോസ്റ്റ് സെയിം പീരീഡിൽ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് ക്രാക്ക് ചെയ്ത് എനിക്ക് WPP കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടുന്ന് കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് ജേണിയാണ്. ഒരു 1.5 years അവിടെ ഇന്ത്യൻ ടീമിൽ തന്നെ വർക്ക് ചെയ്തു. പക്ഷേ റിമോട്ട്ലി നമ്മൾ UK റിസോഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിന് നമ്മൾ ഇവിടുന്ന് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആഫ്റ്റർ ഒരു 1.5 years കഴിഞ്ഞിട്ട് UK മൂവ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ വന്നു. അപ്പോൾ കമ്പനി സ്പോൺസർഷിപ്പിലല്ല, നമ്മൾ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡെന്നുള്ള രീതിയിൽ പോയി. പിന്നെ അവിടെ പോയി ഒരു 1 year കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് നമ്മൾ പെർഫോമൻസ് നമുക്ക് അവിടെ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ അവിടുന്ന് കമ്പനി സ്പോൺസർഷിപ്പ് വന്നു. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പം സ്പോൺസർഷിപ്പിലാണ് പോകുന്നത്. ഓക്കെ. ഈ പഠിച്ചുകൊണ്ട ടൈമിൽ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാനിപ്പോഴും പേഴ്സണൽ ബ്രാൻഡിങ് ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ പരിചയ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് ചാറ്റ് ചെയ്യാനായിട്ടിരിക്കും. എന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. അല്ല, ഞാൻ ഈ സക്സസ് ആയ ആൾക്കാരുടെ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. അവർ ഈ കോഴ്സ് മാത്രം പഠിച്ചല്ല, അവർ സെൽഫ് ലേണിംഗ് കൂടെ ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ സക്സസ് ആയി കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ, ഷെബിൻ്റെയൊക്കെ പാറ്റേൺ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെയാണല്ലോ നമ്മളിപ്പോഴും പറയും, ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന ആൾക്കാർ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് തരുന്നത്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം മെറ്റ ആഡ്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് മെറ്റ ബ്ലൂ പ്രിൻറ്റ് സർട്ടിഫൈഡ് ആണ്. ഞാൻ ലാസ്റ്റ് 2-3 years ആയിട്ട് ബ്ലൂ പ്രിൻറ്റ് സർട്ടിഫൈഡ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലൂ പ്രിൻറ്റിൻ്റെ കോഴ്സ് മൊഡ്യൂൾസ് നമുക്ക് ആക്ച്വലി ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന കാര്യമാണ്. അതായത് മെറ്റ ആഡ്സിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. മെറ്റ ബ്ലൂ പ്രിൻറ്റ് സെർച്ച് ചെയ്യുക, അതിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോഴ്സ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റ മീഡിയ ബൈയിങ് എടുക്കാം, അല്ലെങ്കിൽ മെറ്റ അസോസിയേറ്റ് എടുക്കാം. അപ്പോൾ അതിനകത്ത് തന്നെ 101 തൊട്ട് നമുക്ക് ഗ്രേഡ് കൂടി കുറഞ്ഞ് വരും. ഇതിനകത്ത് നിങ്ങളൊരു ബിഗിനർ ലെവലാണെങ്കിൽ അസോസിയേറ്റ് എടുക്കുക, അതിൻ്റെ കോഴ്സ് മാക്സിമം പഠിക്കുക. സർട്ടിഫിക്കേഷൻ എടുക്കുക എന്നുള്ളതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കോർപ്പറേറ്റ് ലെവലിലൊക്കെ ഡിമാൻഡിങ് ആയിട്ട് വരുമ്പോൾ മാത്രമേ പക്ഷേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ മൊഡ്യൂൾസ് പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം. പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് ഒരു 2000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപയാണെങ്കിലും സ്പെൻഡ് ചെയ്യുക. ഒരു ദിവസം ഒരു 100 രൂപ വെച്ചൊരു 5 ദിവസം നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ ആ 500 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നടന്നത്, നമ്മൾ പഠിച്ചതിൽ നിന്ന് അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം അവിടെ സ്പെൻഡ് ആയിരിക്കുന്നത് 2000 രൂപയാണ്. ആ ആൾക്ക് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 10,000-50,000 രൂപ 1,00,000 രൂപ കൊടുത്ത് ഒരു കോഴ്സ് പഠിക്കുന്ന ആളേക്കാൾ കൂടുതൽ നോളജ് ഈസി ആയിട്ട് പറ്റും. എന്തുകൊണ്ടത് ഫെയിലായി, എന്തുകൊണ്ട് സക്സസ് ആയി, ആരുമായി? ഇത് ഇത്രേ ഉള്ളൂ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പക്ഷേ എല്ലാ ആൾക്കാരും നോക്കുമ്പം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വേറൊരിടത്ത് പോയി പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനകത്തൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമാണ് അവരെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ വർക്കിംഗ് എങ്ങനെയാണ്, ആൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് എന്തൊക്കെയാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാനായിട്ട് ചെറിയൊരു എമൗണ്ടും കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈവ് ഡേറ്റ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതാണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി. സോ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അത് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ട് പഠിക്കും. ഇപ്പോൾ മെറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ബ്ലൂ പ്രിൻറ്റ് ഉണ്ട്, ടിക്ടോക്കിന് ഇപ്പം ബ്ലൂ പ്രിൻറ്റ് ഉണ്ട്. ഞാൻ ടിക്ടോക്കിൻ്റെ ബ്ലൂ പ്രിൻറ്റ് സർട്ടിഫൈഡ് ആണ്. അവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ഗൂഗിളിൻ്റെ സ്കിൽ ഷോപ്പ് ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിനും ഉണ്ട്. ഇപ്പോൾ സ്നാപ്ചാറ്റിനാണെങ്കിൽ സ്നാപ്ചാറ്റിൻ്റെ ആഡ്സ് മാനേജ് ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. റെഡിറ്റിനുണ്ട്. എല്ലാ ആൾക്കാർക്കും അവർ ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അതുപോലെ പഠിക്കാം. അങ്ങനെ അത് എക്സ്പീരിയൻസ് കിട്ടും. ഷെബിൻ, ഇപ്പോൾ ഇവിടെ ഈ ഇന്ത്യയിൽ വർക്ക് ചെയ്തപ്പോഴും ഇൻ്റർനാഷണൽ വർക്ക് ചെയ്തപ്പോഴും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒരു നല്ല ഡിഫറൻസ് ഉണ്ട്. ഐ മീൻ ഞാനിപ്പം സെയിം കമ്പനി തന്നെ വർക്ക് ചെയ്തിട്ട് തന്നെ എനിക്ക് സെയിം ടീമിൽ വർക്ക് ചെയ്തിട്ട് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും WPPയുടെ ആണെങ്കിൽ ഒരു ഹബ് ടീം എന്നുള്ള രീതിയിൽ, അതായത് ഇവിടെ ടീം സൈസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അപ്പോൾ ആ ഒരു ഹൈറാർക്കി ഭയങ്കര കൂടുതലാണ് ഇവിടെ. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ഇവിടെ. പക്ഷെ അവിടെ വരുമ്പോഴത്തേക്കും ടീം സൈസ് വളരെ കുറവാണ്.
കോർ ടീം മെമ്പേഴ്സാണ്. നമ്മൾ കുറേ കൂടെ എക്സ്പോഷറാണ്. നമ്മളാണ് അവിടെ ഒരു ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത്. ഇപ്പം ഞാനിപ്പം അവിടുത്തെ KFCയുടെ അതുപോലെ തന്നെ മാർക്സ് ആൻഡ് സ്പെൻസറിൻ്റെ ഒക്കെ ടോട്ടൽ UK മാർക്കറ്റിൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ KFC ആണെന്നുണ്ടെങ്കിൽ KFCക്ക് നമുക്ക് മന്ത്ലി ഒരു 3 to 8 crores നമ്മൾ ആഡ് ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മന്ത്ലി. അപ്പോൾ അവിടെ ക്ലയൻറ്റിൻ്റെ ഡയറക്റ്റ്ലി അവരുടെ റിക്വയർമെൻറ്റ്സ് അവർ ബ്രീഫ് ചെയ്യും. ആ ബ്രീഫിനുള്ള സ്ട്രാറ്റജി തൊട്ട് ടോട്ടൽ എക്സിക്യൂഷൻ സൈഡ് നമ്മൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് അവർ അലോക്കേറ്റ് ചെയ്യും, അവരുടെ ഒരു റിക്വയർമെൻറ്റ് അവർ ഡീറ്റെയിൽ ചെയ്യും. ഇത് അവർക്ക് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അതെല്ലാം നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ ടീം സപ്പോർട്ടുണ്ട്, ഇവിടെ ടീമിനെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അത് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇവിടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള ടീം ബിൽഡ് ചെയ്യുന്നൊരു സ്ട്രാറ്റജി നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞോളൂ കുറച്ചുകൂടി ഒരു ഫ്രണ്ട് ലൈനിൽ എക്സിക്യൂഷൻ സൈഡ് എക്സ്പോഷർ വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് അവിടുന്ന് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡിൻ്റെയൊക്കെ കുറേ കൂടെ നമുക്ക് ലൈക്ക് ആ ഒരു ഇൻ പേഴ്സൺ നമ്മളവിടെ ആ ഒരു മാർക്കറ്റ് അറിയാൻ പറ്റും. കാരണം ഞാൻ ഇവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രോഡക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഫുഡിൽ നിന്നുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ഒരു പർച്ചേസിങ് ബിഹേവിയർ ആയാലും അവിടുത്തെ ഒരു ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ ഒരു കൾച്ചർ എന്താണ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാനിനകത്ത് നമുക്ക് അതിൻ്റേതൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. KFCയുടെ ക്യാമ്പയിനിങ് പ്ലാൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് ലേൺ ചെയ്ത കുറേ സംഭവങ്ങളുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അത് എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പം KFCയുടെ മാത്രമല്ല, അപ്പം നമ്മൾ അവിടുത്തെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു അക്കൗണ്ടും അവിടുത്തെ ഒരു സ്പെൻഡിങ് ഒക്കെ വളരെ കൂടുതലാണ്. കാരണം എല്ലാം ഒരു വേൾഡിൽ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡ്സാണ് അവിടുത്തെ ക്ലയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ KFC മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ KFCക്ക് ഓരോ സീസണിലും എങ്ങനെ നമുക്ക് കുറേ കൂടി ഇന്നോവേറ്റീവായിട്ട് കുറേ കൂടെ ഒരു ഹൈ ഇമ്പാക്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അവിടെ ആ ഒരു ബ്രാൻഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. KFC എന്ന് പറയുമ്പോൾ ആസ് എ ബ്രാൻഡ് അവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നൊരു സൈഡാണ്. അവരുടെ സെയിൽസ് ക്യാമ്പയിനൊക്കെ കൂടുതൽ അവർക്ക് ബ്രാൻഡാണ് പുഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഓർക്കും സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ബ്രാൻഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് എല്ലാവരും പെർഫോമൻസ് മാർക്കറ്റിംഗ് ലെവലിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു മാർക്കറ്റിനെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ ബിൽഡ് ചെയ്യാനായിട്ടാണ് അവർ ബ്രാൻഡിങ് കൊണ്ട് നോക്കുന്നത്. ഇപ്പോൾ KFC നോക്കുന്നത് ടോട്ടൽ UK മാർക്കറ്റിൻ്റെ ഇത്ര മാർക്കറ്റ് ഷെയർ അവർ ബിൽഡ് ചെയ്യാനായിട്ടാണ്. അവർ പ്രോപ്പറായിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ പ്രോപ്പറായിട്ട് അവയർനെസ് ബിൽഡ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് അവർ ബ്രാൻഡ് ചെയ്ത് കഴിയുമ്പം അവർക്ക് സെയിൽസ് ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും നടക്കും. കാരണം മനസ്സിലായി, അതാ ബ്രാൻഡിങ് അവർ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്തതുകൊണ്ട് അവർക്ക് ഹ്യൂജ് റവന്യൂ അവർക്ക് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ KFCയിൽ മാത്രമല്ല, നമ്മൾ ഇവിടുത്തെ ക്ലയൻസിന് നോക്കിക്കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് പോയേക്കുന്ന ബിസിനസ്സുകൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മൾ MIOP ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അവരുടെ ബ്രാൻഡിങ്ങിൽ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫൗണ്ടറൊക്കെ ആണെങ്കിലും റെഹാനൊക്കെ ആണെങ്കിലും അവരുടെ ബ്രാൻഡ് ബിൽഡിങ്ങിൽ വളരെ കീനായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അവർക്ക് ഓർഗാനിക്കായിട്ടും പെയ്ഡായിട്ടും രണ്ടിലും അവർക്കത് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ അവർക്ക് കൊടുക്കുന്ന റൊവാസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അവർക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റൊവാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് അൽഗോരിതം ചേഞ്ച് ഒക്കെ വന്ന എന്തൊക്കെ ചലഞ്ചസ് എന്ന് പറഞ്ഞാലും നമുക്ക് അതെല്ലാം ടാക്കിൾ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് അവർക്ക് റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക് ടു KFC അവിടെ നമുക്ക് പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നോവേറ്റീവ് ഫോർമാറ്റ്സ്. ഇപ്പം മെയിനായിട്ട് നമ്മളവിടെ ചെയ്യുന്ന കുറേ അധികം പ്രീമിയം ബൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നോർമൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനോ അല്ലെങ്കിൽ നോർമൽ ഒരു ആഡ് അക്കൗണ്ട്സിൽ അവൈലബിൾ അല്ലാത്ത ഫീച്ചേഴ്സും ബീറ്റ വേർഷനിലുള്ള ഫീച്ചേഴ്സും പ്രീമിയം ലെവലിലുള്ള ഫീച്ചേഴ്സും രണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പോൾ ടിക്ടോക്ക് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ അവിടുന്ന് ഒരു ഓപ്ഷൻ ബൈങ് ആയിരിക്കും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. കുറച്ചും കൂടെ സ്പെൻഡിങ് ഉള്ള അക്കൗണ്ടിന് റിസർവേഷൻ ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും, റിസർവ് ചെയ്ത് നമുക്ക് റിസൾട്ട് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ടേക്ക് ഓവർ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ടേക്ക് ഓവർ എന്ന് പറയുന്ന എല്ലാ പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആപ്പിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ആടായിരിക്കും. ആ ടോട്ടൽ ഇംപ്രഷൻ നമ്മൾ 100% ഷെയർ ഓഫ് വോയിസ് നമ്മൾ ഡൊമിനേറ്റ് ചെയ്യും. അപ്പോൾ ആര് ആപ്പ് ഓപ്പൺ ഒക്കെ നോക്കിയാലും അവിടെ നമ്മളെ ആടായിരിക്കും ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് അങ്ങനത്തെ പ്രീമിയം ബൈസ് കുറേ ഉണ്ട്. അങ്ങനത്തെ മൾട്ടിപ്പിൾ ടൈപ്പ് ക്യാമ്പയിൻസ് ഉണ്ട്. ഇപ്പം ടിക്ടോക്കിനകത്ത് വേറെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫീഡ് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ ആൾക്കാർ നമ്മുടെ ഫീഡ്സിനകത്ത് കാണുന്ന ഫസ്റ്റ് പെയ്ഡ് ആഡ് നമ്മുടെ ആയിരിക്കും. ആദ്യമേ 2-3 ഓർഗാനിക് വീഡിയോസ് കാണും, അത് കഴിഞ്ഞ് ഫസ്റ്റ് കാണാൻ പോകുന്ന പെയ്ഡ് ആഡ് നമ്മുടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ അതിലും കുറച്ചുകൂടെ ഒരു നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പം ഞാനിപ്പം പ്രപ്പോസ് ചെയ്തേക്കുന്ന പുതിയൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 3D എഫക്ട്സ് KFCയുടെ ക്രിയേറ്റീവ്സിനകത്ത് ടിക്ടോക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്പിലുള്ളതൊക്കെ ഇല്ല, ഇത് ടിക്ടോക്കിനകത്തുള്ളതാണ്. ടിക്ടോക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫീച്ചറാണത്. അത്ര അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മളതൊരു ഏർലി അഡാപ്റ്ററാണ്. നമ്മൾ UK മാർക്കറ്റിൽ ഫസ്റ്റ് ഒരു ഫുഡ് ബ്രാൻഡിന് ഫസ്റ്റ് നമ്മളാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ 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 സോ അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് തന്നെ ഉള്ളൊരു ഇൻബിൽട്ട് ആഡ് ഓൺ ഫീച്ചർ നമ്മൾ യൂസ് ചെയ്യും. ടിക്ടോക്കിൻ്റെ ടീമുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യും. ഓക്കെ ഓക്കെ ടിക്ടോക്കിൻ്റെ ടീമിനെയും നമ്മൾ KFCയുടെ ക്രിയേറ്റീവ് ടീമിനെയും പ്ലസ് ഞാൻ അവരെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ പ്രപ്പോസ് ചെയ്തു. അത് KFC ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നൊരു ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പം ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബർഗറിൻ്റെ ഒരു സോസ് ഫില്ല് ഔട്ട് ചെയ്ത് വരുവാണെങ്കിൽ നമ്മുടെ പ്രൈമറി ടെക്സ്റ്റിൻ്റെയും അവിടെയുള്ള ലൈക്ക് ബട്ടൺസിൻ്റെയൊക്കെ അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ ബട്ടൻ്റെയൊക്കെ മോളിൽ കൂടെ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ ഒരു 3D എഫക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. പ്ലസ് അവർ ടേക്ക് ഓവർ ഫോർമാറ്റാണ്. അപ്പം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ദിവസം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ഈ ആഡാണ് കാണാൻ പോകുന്നത്. ആ ആഡ് അവർ ഇന്നേ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പുതിയൊരു ഫോർമാറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകണം. അപ്പം നമുക്ക് ആ ഒരു ലിമിറ്റഡ് എഡിഷൻ്റെ ഒരു പ്രോഡക്റ്റാണത്. അപ്പോൾ അതിന് ആ ഒരു ലോഞ്ച് ചെയ്യുന്ന ദിവസം തന്നെ നമുക്കൊരു ഹൈ എന്താ പറയുക ഒരു ട്രെൻഡ്, ആ ഒരു ബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം ഫസ്റ്റ് തന്നെ. അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. ഇനീഷ്യൽ ലോഞ്ചിൽ തന്നെ നമ്മളൊരു ഹൈ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനൊരു ട്രെൻഡാക്കി മാറ്റും. ദെൻ അത് 4 വീക്സ് പീരീഡിനകത്താണ് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു 4 വീക്സിനുള്ളിൽ നമ്മൾ മാക്സിമം ആ പ്രോഡക്റ്റ് പുഷ് ചെയ്യും. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ കാണുന്നത്. അത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണെന്നുള്ള രീതിയിൽ നമ്മളത് അങ്ങനെ നമ്മളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും. അതെ അതെ അതെ. അപ്പോൾ ഇതുപോലത്തെ കുറേ ഫോർമാറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്നാപ്ചാറ്റിനാണെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് നമ്മൾ ഗെയിംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഫിൽറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫിൽറ്റേഴ്സൊക്കെ കോമൺലി അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടുതൽ എന്താണ് നമുക്ക് ഫർദർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറേയധികം കോൺസെപ്റ്റുകളും ഐഡിയാസൊക്കെ നമ്മൾ ഓരോരോ പ്ലാറ്റ്ഫോംസിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു റയർ എക്സ്പീരിയൻസ് ആണ്. എല്ലാ അഡ്വർടൈസേഴ്സിനും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. അപ്പോൾ അതിന് വൺ റീസൺ എന്ന് പറയുന്നത് KFC പോലത്തെ ഒരു ബ്രാൻഡ് ഭയങ്കര വെൽക്കമിങ് ആണ് ഇങ്ങനത്തെ ഐഡിയാസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അതെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ക്ലയൻറ്റിനെ കിട്ടി. അതിന് കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു സ്പേസാണ് WPPയിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. AI വന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ജോബ് പോകുന്നു പലർക്കും പേടിയുണ്ട്. ഷെബിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ് അതിൽ? അത് ആക്ച്വലി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കാരണം ഞാൻ ഇപ്പം WPP കുറേ AI അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻബിൽഡ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് WPPയുടെ എംപ്ലോയീസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ടോട്ടൽ AI ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന AI പ്രോഡക്ട്സിൻ്റെ ഒന്നും ഡേറ്റ പുറത്തേക്ക് ഷെയർ ചെയ്യത്തില്ല. നമുക്ക് എല്ലാ ലാംഗ്വേജ് മോഡൽസും Gemini ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, Cloudy ആയിക്കോട്ടെ, എല്ലാ ഫീച്ചേഴ്സും ഇപ്പം View 3 എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് അവൈലബിൾ ആണ്. ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഡേറ്റ നമുക്ക് സേഫുമാണ്. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ഏജൻസിനെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിനെ ഇപ്പോൾ WPPയുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതാണ് കൂടുതലിപ്പം അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. WPPയുടെ ആണെങ്കിലും ഒരു വിഷൻ 2030 കൂടുതലും ഏജൻസിനെ വെച്ച് നമ്മൾ വർക്ക് മാക്സിമം എടുക്കുക എന്നുള്ളതാണ്. അത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ മാനുവലി ഉള്ള എഫേർട്സ് നമ്മൾ കുറച്ചിട്ട് ഏജൻറ്റിക് വർക്കിംഗ് എന്നുള്ളൊരു മോഡലിലേക്ക് തന്നെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്തുള്ള ഒരു വൺ ഓഫ് ദി കോർ മെമ്പറിനകത്ത് എനിക്കും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അതായത് ഈ എംപ്ലോയീസിന് വേണ്ട ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് പെയ്ഡ് സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടോട്ടൽ UK നിന്ന് ഉള്ള ഒരു 5 മെമ്പേഴ്സിനകത്ത് ഒരു മെമ്പറാണ് ഞാനും. അപ്പോൾ ഞങ്ങളാണ് അവിടെയുള്ള ഏജൻസിനെ ബിൽഡ് ചെയ്യുന്നതും ഏജൻസിനെ റിവ്യൂ ചെയ്യുന്നതും അത് പബ്ലിഷ് ചെയ്ത് ബാക്കി റെസ്റ്റ് ഓഫ് ദ WPP എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുന്നതും. അപ്പോൾ ഞാൻ കുറേയധികം ഏജൻസിനെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ റിസ്ക്. അപ്പം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് റിസ്കിനൊക്കെ കൂടുതൽ എനിക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാൻ റെഗുലർലി ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഞാൻ ഓരോ ഏജൻസിനെ വെച്ചിട്ട് എനിക്ക് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കുവാണ് എൻ്റെ അണ്ടറിൽ വേറെ എംപ്ലോയീസിനെ. അപ്പം ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. ആ റിപ്പോർട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് മൊത്തത്തിലൊരു 2 hours എടുക്കുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ എനിക്ക് ആ ഒരു ഏജൻറ്റ് വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു 20 minutesനുള്ളിൽ എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ അപ്പോൾ എനിക്ക് അവിടെ അത്രയും ടൈം എനിക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്.
ഈ സേവ് ചെയ്യുന്ന ടൈം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വീണ്ടും പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ ഏജൻസി ബിൽഡ് ചെയ്യാനും കൂടുതൽ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അത് റിസർച്ച് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങളുടെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ എൻ്റെ ഒരു ഓവറോൾ പ്രോഗ്രസ്സിനകത്ത് നോക്കുമ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ എനിക്ക് ഔട്ട്കംസ് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റി. ഇനി ഇതൊരു ബെസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു ആംഗിളാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആംഗിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഒരു റിപ്പോർട്ട് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആ 2 hours വേണ്ടിയിട്ട് ഞാനൊരു റിസോഴ്സിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ആ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പം ഒരു ടീം മെമ്പറിൻ്റെ അടുത്ത് എനിക്ക് ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് 2 hours അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ടാസ്ക് എനിക്ക് ഏജൻറ്റിനെ കൊണ്ട് എനിക്ക് 20 minutes ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോ വാല്യൂ ഡെലിവറി ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ ചാൻസസ് ഇവിടെ വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഔട്ട്കംസ് ആണ് ഇനി ഇവിടെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു മീഡിയ ബൈയിങ് ചെയ്യുന്നു എന്നുള്ളൊരു ഔട്ട്കം മാറി അവിടെ ഞാൻ ആ ക്ലയൻറ്റിന് അല്ലെങ്കിൽ KFCക്ക് എന്ത് ഔട്ട്കമാണ് അവിടെ കൊടുക്കുന്നത്, KFCക്ക് എന്ത് വാല്യൂ ആണ് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരിക്കും അവിടെയുള്ള ബാക്കി ടീം മെമ്പേഴ്സുമായിട്ട് ഞാൻ കൊടുക്കുന്ന കോമ്പറ്റീഷൻ. അപ്പോൾ അവിടെ ആ ഒരു ബേസിക് വാല്യൂസ് തന്നെ അല്ലെങ്കിൽ അതും പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് റിസ്ക് ഉണ്ട്. ജോബ് പോകും എന്നുള്ളതല്ല, ഒന്ന് അവർക്ക് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ഗ്രോത്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഗ്രാജുവലി വരും, എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട ആൾക്കാരുടെ എല്ലാം ജോബ് ഇവിടെ ഞാൻ ഒരിക്കലും ജോബ് പോകുമെന്ന് പറയുന്നതിന് കാരണം എന്തായാലും നമുക്ക് റിസോഴ്സസ് ഇനീഷ്യമാണ്, ഇതൊരു ഒറ്റയടിക്ക് എല്ലാവരുടെയും പറഞ്ഞു വിടും എന്നുള്ളൊരു പ്രോസസ്സല്ല. പക്ഷേ ലോങ് ടൈമിലേക്ക് പോകുമ്പം നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. ഇപ്പം നമ്മൾ മെറ്റ ആഡ്സ് എക്സ്പേർട്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു, പക്ഷേ എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ അറിയാവുന്ന മെറ്റയിൽ ചുമ്മാ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ അറിയാം. അതിന് റിസൾട്ട് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ ഞാൻ മെറ്റ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് റിസ്ക്കാണ്. മനസ്സിലായോ? ഇനി അതല്ല, നമ്മളിപ്പം ഞാൻ ഡിസൈനറാണെന്ന് പറയുന്നു, പക്ഷേ എൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ബിലോ ആവറേജ് സാധനമാണ്. എന്നിട്ട് ഞാൻ മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ ഡിസൈനേഴ്സും മേടിക്കുന്ന ചാർജിന് ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്ക് ഉണ്ട്. കാരണം ബിസിനസ് ഓണറിനെ നോക്കുമ്പോൾ ഒരു ബെറ്റർ ഡിസൈൻ അവർക്ക് ഇപ്പോൾ ടൂൾസ് പോലും വേണ്ട, ജസ്റ്റ് ജെമിനൈ തന്നെ പോയിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഫെമിലിയറായി. നമുക്ക് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അവരുടെ പിക്ചേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് ഫെമിലിയറായി. വെച്ചിട്ട് ഇമേജ് ജനറേഷനും പോസ്റ്റർ ക്രിയേഷനും ഇതൊക്കെ വളരെ കോമൺ ആയി ഇപ്പം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഇതിനൊരു വാല്യൂ വളരെ ഈസി ആയിട്ട് നിന്ന് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ ലോ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് ഉണ്ടാവത്തില്ല. ഇതാണ് എല്ലാ ഫീൽഡിലോട്ട് വരുമ്പോൾ, ഡിസൈൻ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, പെയ്ഡ് ആഡ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, SEO ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും വാല്യൂസ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാം. അതില്ലെങ്കിൽ റിസ്ക് ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു ആഡ് അക്കൗണ്ട് മാനേജ് ചെയ്യാൻ ആ ലെവലിൽ ഒരാൾ ആവശ്യമില്ല. ഒരു ബിസിനസ് ആഡ് അക്കൗണ്ടിനെ ജസ്റ്റ് മാനേജ് ചെയ്ത് പോകാനായിട്ട്, ആഡ് അക്കൗണ്ടിൽ എല്ലാ ദിവസം ഇങ്ങനെ നോക്കി കയറി ഇറങ്ങി നോക്കി പോകാനായിട്ട് ആരും വേണ്ട. ഒരു ബിസിനസ് ലോജിക്കൽ തിങ്ക് ചെയ്യാൻ ബ്രാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഔട്ട്കം എന്താണോ ആ ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരാളെയാണ് ഇനി ആവശ്യം. ഇപ്പം ഈ ക്യാമ്പയിനൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടൊന്നും ഒരു ആളുടെ ആവശ്യമില്ല. നമുക്കിപ്പം ഇപ്പോൾ പെർപ്ലെക്സിറ്റിയുടെ കോമറ്റ് ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് തന്നെ ഏജൻറ്റ് ഉണ്ട്. ഏജൻറ്റിൻ്റെ അടുത്ത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രൗസർ അവർ ആക്സസ് ചെയ്തിട്ട് നമുക്കവിടെ ആഡ്സ് സെറ്റ് ചെയ്ത് തരും. അപ്പം ഞങ്ങൾ അതിനെ കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുന്നത്. WPP ആ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഇനി ക്ലയൻറ്റിൻ്റെ ബ്രീഫ് മീഡിയ പ്ലാൻ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ മീഡിയ പ്ലാൻ കൊടുത്തിട്ട് ഇതുപോലെ ഏജൻസിനെ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്യാമ്പയിൻ ബിൽഡ് ചെയ്യുക. അത് മറ്റൊരു ഏജൻറ്റിനെ വെച്ചിട്ട് അത് QA ചെയ്യുക. ആ ഫൈനലി വരുന്ന സാധനം മാനുവലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കുക. ആ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത് വിടുന്നു. അടുത്ത ക്യാമ്പയിന് ഡേറ്റ ജനറേറ്റ് ആകുമ്പോൾ പ്രോപ്പറായിട്ട് റിസൾട്ട് വരുന്നുണ്ടോ, നമ്മൾ റിസൾട്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് പ്ലേഗിറ്റ്സ് വെച്ചിട്ട് ഡേറ്റ നമ്മളൊരു ഷീറ്റിലേക്ക് പുഷ് ചെയ്യും. അത് നമ്മൾ കുറച്ച് ഫംഗ്ഷൻസും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടും. നമ്മൾ പ്ലാൻ ചെയ്ത റിസൾട്ടും ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്ന റിസൾട്ടും കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, എവിടെയെങ്കിലും കുറവുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ കുറവുള്ള സ്ഥലത്ത് നമ്മൾ പോയി അത് ഒപ്റ്റിമൈസ് ചെയ്യും. ഒരു ക്ലിയർ വ്യൂ ഉണ്ട് എങ്ങനെയാണ് ക്യാമ്പയിൻ പോകുന്നത്. വളരെ സിംപ്ലിഫൈ ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ നമുക്ക് അതിനെ ഒരു പാർട്ട് വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. 100% ഡിപ്പെൻഡ് ചെയ്തൊരു കാര്യമില്ല. മനസ്സിലായി. റീസെൻ്റ്ലി എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് മെറ്റ ആഡ്സ് ചെയ്യുമ്പോൾ റിസൾട്ട് ഡ്രോപ്പ് ആവുന്നു, റിസൾട്ട് കിട്ടുന്നില്ല. എന്തായിരിക്കും ആക്ച്വലി ആ ഒരു ഇഷ്യൂ വരുന്നത്? പല ബിസിനസ് ഓണേഴ്സും അതെ ഒരുപാട് ബിസിനസ് ഓണേഴ്സും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അവർക്ക് കുറച്ചായിട്ട് മെറ്റയുടെ റിസൾട്ട് ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ
റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻസൊക്കെ ഒറ്റയടിക്ക് റിസൾട്ട് പോകുന്നു. അതിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്ത് കയറി വരാൻ പറ്റുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു അൽഗോരിതം ചേഞ്ചാണ്, ആൻഡ്രോമേഡ എന്ന് പറയും. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AI-യുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ AI-യുടെ ഒരു വർക്കിംഗ് കൂടുതലായിട്ട് മെറ്റ ആഡ്സ് മാനേജറിനകത്തേക്ക് ഇപ്പോൾ നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡിൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇനി റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ട്രഡീഷണൽ മെത്തേഡ്സും ട്രഡീഷണൽ സ്ട്രാറ്റജീസും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി റിസൾട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാത്ത ആഡ് അക്കൗണ്ട്സിനും അങ്ങനെയുള്ള ബിസിനസ്സുകൾക്കൊക്കെയാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ നോക്കുമ്പോൾ എനിക്കിത് കുറേ കൂടെ അഡ്വാൻറ്റേജ് ആണ്. ഞാൻ വീണ്ടും പറയുമ്പം ആൻഡ്രോമേഡ വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന റിസൾട്ടിനേക്കാളും ഒരു 30 to 40% ഹയർ റിസൾട്ടാണ് നമ്മളുടെ ക്ലയൻസിന് ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ കൺസൾട്ട് ചെയ്യുന്നതിനും ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന സൈഡിലുള്ള ക്ലയൻസിനാണെങ്കിലും ഇപ്പോൾ കോർപ്പറേറ്റ് ലെവലിലുള്ളതും സ്മോൾ സ്കെയിലുള്ള ബിസിനസ്സുകൾക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, മയോപ്പിയുടെയൊക്കെ ഒരു അപ്ഡേറ്റിന് മുന്നേ നമുക്ക് ഒരു ആവറേജ് ഉണ്ടായിരുന്ന റോവാസ് വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു 40% എബോവാണ് ഇപ്പം നിലവിൽ നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. റവന്യൂ ഗ്രോത്ത് ആണല്ലോ നമുക്കൊരു 1 million അല്ലെങ്കിൽ ഒരു 10 lakhs ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ടിരുന്ന റവന്യൂവിനെ 24 lakhsലേക്കൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു 1 month അല്ലെങ്കിൽ ഒരു 1.5 month പീരീഡിൻ്റെ ഡിഫറൻസിൽ ഇൻക്രീസ് ചെയ്തത്. എന്നാൽ ആഡ് സ്പെൻഡ് ഒത്തിരി കൂടിയിട്ടില്ല. ഓക്കെ, റോവാസ് അത്ര ഒരു ഡ്രോപ്പ് ഹൈ ഇൻക്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു 4.56 റോവാസിൽ നിന്ന് നമുക്ക് നേരെ ഒരു 8.3 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക. അതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആഡ് അക്കൗണ്ട് ഇനി കോംപ്ലിക്കേറ്റ് ആക്കില്ല. കാരണം ഇവിടെ ആ AI പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്യാമ്പയിൻ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ AI പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവനവിടെ ഡിസിഷൻ എടുത്താണ് ഇനി നമ്മുടെ ക്യാമ്പയിൻസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ടാർഗറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്ലേസ്മെൻറ്റോ ഒന്നും അല്ല ഇനി നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് AI എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണായിട്ട് നോക്കുക. അയാൾ ഇത് ലേൺ ചെയ്യാണ്ട് നോക്കുക നമ്മുടെ ആഡ് അക്കൗണ്ട്. അയാൾക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് കുറേ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു ആഡ് അക്കൗണ്ട് ആണെങ്കിൽ അത് ക്ലീൻ ആക്കുക. അപ്പോൾ ഒരു സർവീസിനായിട്ട് നിങ്ങൾ 10-20 ക്യാമ്പയിനൊക്കെ ചെയ്യുകയാണ്, അത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് വരും. നമ്മൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റിൽ ഒരു ക്യാമ്പയിൻ മതി. ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ആണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബെസ്റ്റ് പോയിന്റിലോട്ടൊക്കെ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആഡ് അക്കൗണ്ട് മാക്സിമം ഒരു 3-4 ക്യാമ്പയിൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ലോങ് ടേമിൽ പ്ലാൻ ചെയ്യുക. നമ്മൾ ഒരു ആഡ് അക്കൗണ്ടിന് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലേണിങ്സ് മാത്രം ട്രെയിൻ ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സസ്റ്റൈൻ ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പം അക്കൗണ്ട് മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്യുക, ക്യാമ്പയിൻ സിംപ്ലിഫൈ ചെയ്യുക. ഇനി ക്യാമ്പയിനകത്താണ് നമ്മൾ ഒരുപാട് ആഡ് സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണ്ട. മാക്സിമം ബ്രോഡ് ടാർഗറ്റിങ്ങിൽ ഒരു സിംഗിൾ ആഡ് സെറ്റിലേക്ക് പോകാം. എന്നിട്ട് മൾട്ടിപ്പിൾ ആഡ് സെറ്റും മൾട്ടിപ്പിൾ ടാർഗറ്റിങ്ങിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് മെർജ് ചെയ്ത് ഒരു സിംഗിൾ ബക്കറ്റിനകത്തേക്ക് ആക്കുക. അപ്പോൾ അവിടെ അൽഗോരിതത്തിന് കറക്റ്റായിട്ട് എല്ലാ പോസിബിലിറ്റിയും നോക്കിയിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യും ബെസ്റ്റ് ആയിട്ടുള്ള വിന്നിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്താണോ അതിനെ അവർ കറക്റ്റായിട്ട് സ്കെയിൽ ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ആഡ് അക്കൗണ്ട് സ്ട്രക്ചർ ചെയ്യുന്ന ക്യാമ്പയിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ക്യാമ്പയിനിൽ നമ്മളിപ്പോൾ ആഡ് സെറ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു അല്ലെങ്കിൽ മെർജ് ചെയ്തു. നെക്സ്റ്റ് ആഡ് ലെവലിൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതലും നമ്മൾ കോമ്പിനേഷൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് മാക്സിമം ക്രിയേറ്റീവ്സ് ഒരു 10 to 50 ക്രിയേറ്റീവ്സ് വരെയാണ് മെറ്റ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് മിനിമം നിങ്ങളുടെ 10 ക്രിയേറ്റീവെങ്കിലും ഇനി നിങ്ങൾ ക്യാമ്പയിൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതും ഡിഫറെൻറ്റ് ആംഗിൾസിൽ, ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ, പല വെർട്ടിക്കൽസിൽ ഇപ്പോൾ പലതരത്തിൽ അതിനെ നമുക്ക് ഷോക്കേസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റതിനെ നമുക്ക് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. മറ്റേതിന് നമുക്കൊരു ടെസ്റ്റിമോണിയൽ രീതിയിൽ ചെയ്യാം. വേറൊരിതിന് നമുക്ക് പ്രോപ്പർ പ്രോഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അവിടെ തന്നെ നമുക്ക് പോസ്റ്റേഴ്സ് ചെയ്യാം, കെറോസിൽ ചെയ്യാം, കളക്ഷൻ ആഡ് ചെയ്യാം, കാറ്റലോഗ്സ് ഉണ്ടെങ്കിൽ കാറ്റലോഗ് ആഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് തന്നെ ഒരൊറ്റ ക്യാമ്പയിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഏത് ഓഡിയൻസിന് ഏത് ക്രിയേറ്റീവാണോ വർക്ക് ആകുന്നത് അത് അൽഗോരിതം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരിലേക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്രിയേറ്റീവ് വിന്നിങ് ആണോ എന്നറിയാൻ നമ്മൾ CBO ക്യാമ്പയിനാണോ ABO ക്യാമ്പയിനാണോ ഏതാണ് നമുക്ക് ഇനിയിപ്പോൾ ഒരു ക്രിയേറ്റീവ് വിന്നിങ് ആണെന്നൊന്നും നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ക്രിയേറ്റീവ്സ് മാക്സിമം കൊണ്ടുവന്ന് നമ്മളൊരു ക്യാമ്പയിനകത്തോട്ട് യൂസ് ചെയ്യാം, ആഡ് ചെയ്യാം. അതിൽ വിന്നിങ് ആയിട്ടുള്ള ക്രിയേറ്റീവിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാമ്പയിൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അവർക്ക് സ്പെൻഡ് കൂട്ടിക്കോളും. നമ്മളൊരു വിന്നിങ് ക്രിയേറ്റീവിനെ ഇങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് ക്രിയേറ്റീവിലാണോ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവുന്നത് അതിനെ ആണ് വിന്നിങ് ക്രിയേറ്റീവായിട്ട് ക്യാമ്പയിൻ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നേരത്തെ ചെയ്യുന്ന കണക്ക് കുറച്ച് ഒരു 5-10 ക്രിയേറ്റീവ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഹാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്നതിന് പകരം ആ ആഡ് സെറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് ആഡ് ചെയ്ത് പോയാൽ മതി അല്ലേ?
നമ്മൾ പണികൾ അവിടെ കുറഞ്ഞു. യെസ്. നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ പല പല ആർട്ട് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ആവുന്നതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ സ്കെയിൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ വേണ്ട, ബ്രോഡ് ടാർഗറ്റിംഗ് പോട്ടെ, അൽഗോരിതം ബെസ്റ്റ് ഓഡിയൻസിനെ കണ്ടുപിടിച്ചോളൂ. ക്രിയേറ്റീവ് ആഡ് ചെയ്ത് പോയാൽ മതി. നമ്മളവിടെ ക്രിയേറ്റീവ് ആഡ് ചെയ്യുന്ന സൈഡിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ഏത് ടൈപ്പ് ക്രിയേറ്റീവ് ആണ് വർക്ക് ആകുന്നത്, ആ ക്രിയേറ്റീവിന് വില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് പോസ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ പോസ്റ്റർ ഫോർമാറ്റിൽ എന്ത് മെസ്സേജാണ് പോയത്, നമ്മളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ് കൂടുതൽ റിസൾട്ട് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിന് കൂടുതൽ ഓഫേഴ്സ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുന്ന രീതിയിൽ ഓഫേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ. അതിനെ നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങൾ മാക്സിമം ക്രിയേറ്റീവ് സപ്ലൈ ചെയ്യുക. ബാക്കി അൽഗോരിതം പണിയെടുത്തോളും. നിങ്ങൾ പണിയെടുക്കേണ്ടത് ഇങ്ങനത്തെ എന്തൊക്കെ ഓഫേഴ്സ് കൊണ്ടുവരണം, അവിടെ നിങ്ങളുടെ നമ്പേഴ്സ് എങ്ങനെ ബാലൻസ് ചെയ്യും, അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ അത് വാല്യൂബിളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അതിനെ പോസിറ്റീവ്സായിട്ട് സപ്ലൈ ചെയ്യുക. കഴിഞ്ഞു. ബാക്കി അവിടെ ക്യാമ്പയിൻ വർക്ക് ചെയ്തോളും. ഓക്കെ. നമുക്കിപ്പോൾ ഈ ക്രിയേറ്റീവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെട്രിക്സ് ഒക്കെ പഴയ ക്യാമ്പയിൻസിൻ്റെ നോക്കേണ്ട കാര്യമുണ്ട്? ഹുക്ക് റേറ്റ്, ക്രിയേറ്റീവിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട്. അതെ. അത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ക്യാമ്പയിൻ ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ട്രാഫിക് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈമറി മെട്രിക്സുകളോ അതിൻ്റെ സെക്കൻഡറി മെട്രിക്സുകളോ ആയിരിക്കും നമ്മൾ അവിടെ അനലൈസ് ചെയ്യേണ്ടത്. ഇതായിരിക്കത്തില്ല നമ്മളൊരു അവയർനെസ് ക്യാമ്പയിനിലേക്ക് വരുമ്പോഴോ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനിലേക്ക് വരുമ്പോഴോ ചെയ്യുന്നത്. അതായിരിക്കത്തില്ല വീഡിയോ ഓഫീസിലിട്ട് വരുമ്പോൾ. അപ്പോൾ ഒരു ജനറിക് ആയിട്ടൊരു ആൻസർ പറയുകയാണെങ്കിൽ എന്താണോ നമ്മുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവിന് ഒരു പ്രൈമറി KPI ഉണ്ടാവും. അതായത് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ത്. ഇപ്പോൾ ഒരു സെയിൽസ് ക്യാമ്പയിൻ ആണെങ്കിൽ ഒരു സെയിൽസ് ക്യാമ്പയിനെ ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെട്രിക്സ് എന്താ, കോസ്റ്റ് പെർ റിസൾട്ട് ഒരു മെട്രിക്സ് ആണ്, റോവാസ് ഒരു മെട്രിക്സ് ആണ്, എത്ര നമ്പർ ഓഫ് പർച്ചേസ് വന്നു എന്നുള്ള ഒരു മെട്രിക്സ് ആണ്. ഇനി ഇതിന് സെക്കൻഡറി മെട്രിക്സ് എന്ന് പറയുമ്പം ഡയറക്റ്റ്ലി അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി ഈ സെക്കൻഡറി എന്ന് പറയും. ഇവിടെ എന്തെങ്കിലും ഒരു പോരാഴികയോ വന്നു കഴിഞ്ഞാൽ അത് പ്രൈമറി മെട്രിക്സിനെ അഫക്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള മെട്രിക്സ് ഇപ്പോൾ നമ്മൾ സെയിൽസ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ CTR ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുന്നു, നമ്മുടെ CPC ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ CPM ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയി. CPM ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ ആഡ് കാണിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട പർച്ചേസ് കുറയും. അപ്പോൾ ഇത് സെക്കൻഡറി മെട്രിക്സ്. ആ പർച്ചേസ് കുറഞ്ഞു, അപ്പോൾ നമ്മളുടെ കോസ്റ്റ് പെർ റിസൾട്ട് കൂടി, അല്ലെങ്കിൽ CPA കൂടി. അത് നമ്മുടെ പ്രൈമറി മെട്രിക്സ്. ഓക്കെ. നമ്മൾ പ്രൈമറി ആയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം നോക്കുക. അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കുക. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഇപ്പോൾ ക്രിയേറ്റീവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയാം, നമുക്ക് CTR എത്ര ആൾക്കാർ നമ്മുടെ ക്രിയേറ്റീവ് കണ്ടിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ CTR നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇനീഷ്യൽ ആക്ഷൻ അതാണല്ലോ, ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് എടുക്കുന്നില്ല, അത് കുറവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് കണ്ടിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാനുള്ളൊരു സാധനം അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ. ചിലപ്പോൾ നിങ്ങളത് വെച്ചിട്ടുണ്ടോ, പക്ഷേ അത് പ്രോപ്പറായിട്ട് അവിടെ കൺവേ ആവുന്നില്ല. അപ്പോൾ ആ മെസ്സേജിലാണോ അത് കൺവേ ആക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഒന്നും കൂടെ റീവർക്ക് ചെയ്യുന്നിടത്താണോ നിങ്ങൾക്ക് അത് കൺവേ ആക്കേണ്ടത്, അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി ക്ലിക്സ് വരുന്നുണ്ട്, പക്ഷേ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ എത്തുന്നില്ല. അപ്പോൾ ഇത് അടുത്തൊരു ടച്ച് പോയിൻ്റ് അല്ലേ. ക്ലിക്ക് വരുന്നുണ്ട്, അപ്പോൾ ക്രിയേറ്റീവിൻ്റെ സൈഡിൽ ഓക്കെയാണ്, പക്ഷേ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഓക്കെ അല്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് കൂടുതലാണോ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ തന്നെയാണോ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട്, 50% ഓഫർ എന്ന് പറഞ്ഞിട്ട് ആഡ് കാണിക്കുന്നത്, ആൾക്കാർ വരുന്നു, പക്ഷേ വെബ്സൈറ്റ് വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു ഓഫറും കാണുന്നില്ല. അപ്പോൾ തന്നെ ആൾക്കാർ ഡ്രോപ്പ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സെഷൻ ടൈം കുറയുന്നു, ബൗൺസ് റേറ്റ് കൂടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പ്രശ്നം, നമുക്കിപ്പോൾ ഈ ജേണി നോക്കുമ്പോൾ മനസ്സിലായി അവിടെ വെബ്സൈറ്റിൽ റിലവൻസി ഇല്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്ത കാര്യവും ഇവിടെ നിലവിലുള്ള കാര്യവും തമ്മിൽ റിലവൻസി ഇല്ല. അപ്പോൾ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണം. ഇനി അവിടെയും ഓക്കെയാണ്. അപ്പം വെബ്സൈറ്റിൽ ആൾക്കാർ വരുന്നുണ്ട്, അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, ആഡ് ടു കാർട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ പേജിൽ നമ്മൾ വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് ഒക്കെയാണ്, പക്ഷേ ആ പ്രോഡക്റ്റ് ഈ ഓഡിയൻസിന് അത്ര കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഒന്നെങ്കിൽ നമ്മുടെ പ്രൈസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരാണ് നമ്മളിവിടെ വന്നു, പക്ഷേ അവർക്ക് ഓൾറെഡി അറിയാം ഈ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൈസിനായിരിക്കും അപ്പോൾ നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ ആരും മേടിക്കാൻ ഇൻട്രസ്റ്റ് കാണത്തില്ല, അപ്പോൾ ആഡ് ടു കാർട്ടോ അത് വരത്തില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, പ്രൈസ് മാത്രമായിരിക്കത്തില്ല, അവർക്ക് കണക്റ്റ് ആവുന്നില്ല, അവർക്ക് പോയിൻ്റ് അവിടെ മിസ്സിങ് ആയി. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചെക്ക് പോയിൻറ്റ് നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കാർട്ട് വന്നു, അപ്പോൾ അവിടെ കാർട്ട് വരുന്നുണ്ട്, പക്ഷേ അവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല. ഇതിന് വേറൊരു ഇൻസൈറ്റ്സ് ഉണ്ട്, ഇങ്ങനെ ഒരു ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആഡ് ടു കാർട്ട് വന്നെന്നുണ്ടെങ്കിൽ ആ യൂസേഴ്സിന്, ആ ടാർഗറ്റ് ഓഡിയൻസിന് ആ പ്രോഡക്റ്റ് ഇഷ്ടമുണ്ട്, ഒരു ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അതൊരു കൺവേർഷനിലേക്ക്, ഒരു ട്രാൻസാക്ഷനിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് പ്രോബ്ലം? മോസ്റ്റ്ലി വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആഡ് ടു കാർട്ടിലേക്ക് ഇടുമ്പം ചിലപ്പോൾ നമ്മൾ പേജിൽ വെച്ചേക്കുന്ന ഓഫർ ചിലപ്പം കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല.
ചിലപ്പോൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല കറക്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല കാർട്ടിൽ ആഡ് ആയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മിസ്റ്റേക്സ് വന്നാൽ തന്നെ നമ്മളുടെ ടോട്ടൽ പെർഫോമൻസ് പോകും. അപ്പം ഇപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഇങ്ങനത്തെ സെയിൽസ് ക്യാമ്പയിൻസ് ഒക്കെ അവർ ചെയ്യുമ്പം ഈ പറഞ്ഞ ജേണി അവർ വളരെ കീനായിട്ട് തന്നെ നോക്കേണ്ട ഒരു പാർട്ടാണ്. അവിടെ എവിടെയെങ്കിലും ചെറിയൊരു പോരാഴിക വന്നു കഴിഞ്ഞാൽ അവർ ക്യാമ്പയിന് എന്ത് എഡിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ പ്ലാറ്റ്ഫോമിന് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ഡേറ്റ കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ടാണ് പ്ലാറ്റ്ഫോം അടുത്ത ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാക്കി അപ്പുറത്തെ സൈഡിൽ മൊത്തം തകരും. മനസ്സിലായി. അത് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഇവിടെ റിസൾട്ട് കിട്ടാൻ പോകുന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. ഇനി ഇനീഷ്യേറ്റീവ് ചെക്കൗട്ട് എടുത്ത് അത് ആഡ് ടു കാർട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനീഷ്യേറ്റീവ് ചെക്കൗട്ടിൽ വന്നിട്ട് ആൾക്കാർ ഡ്രോപ്പ് ആയി പോകുന്നു പർച്ചേസ് ചെയ്യാതെ. അപ്പോൾ അവിടെ നമുക്ക് കുറേ നമ്മളിതുപോലെ കുറേ കൂടുതലും ഇ കൊമേഴ്സ് സ്കെയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് സ്കെയിലിംഗ് ഫേസിൽ ഇനീഷ്യലി നിൽക്കുന്നവരെക്കാളും. അപ്പോൾ അവർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ചെക്കൗട്ട് ഇനീഷ്യേറ്റീവ് വരെ വന്നിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുന്ന കാര്യം ആ പേജിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റ് ചെക്കൗട്ട് ഓപ്ഷൻ ഉണ്ടാവാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷൻസ് കസ്റ്റമേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സാകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാരണങ്ങളൊക്കെ വീണ്ടും നമ്മുടെ റിസൾട്ട് ഡ്രോപ്പ് ആവാനായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കാര്യമായിട്ട് അങ്ങ് എത്താൻ പറ്റാത്ത രീതിയിൽ നിന്ന് പോകും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടിപ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതും നമുക്ക് സോൾവ് ചെയ്ത് നമ്മളുടെ പർച്ചേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി പർച്ചേസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരെ റീസെൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ആസ് എ പെർഫോമൻസ് മാർക്കറ്റർ നമ്മൾ ആ ബിസിനസ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വെബ്സൈറ്റിൻ്റെ പുറത്ത്, അതായത് ആഡ് അക്കൗണ്ടിൻ്റെ പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്, ഇതുപോലെ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഡെപ്തിൽ നമുക്കതിനെ മനസ്സിലാക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ എവിടെയാണ് എന്താണ് പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മളതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന ക്ലയൻസിനൊക്കെ നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സർവീസ് ബേസ്ഡ് ബിസിനസ്സിന് ലീഡ് എടുക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനിൽ വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലീഡ് ക്യാമ്പയിനിൽ വാട്സപ്പ് യൂസ് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് വേ എന്താണ് അൽഗോരിതം സിഗ്നൽസ് പാസ് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പം നമുക്ക് വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്യുമ്പം എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്, ലീഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒരു അൽഗോരിതത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും. ഓക്കെ, എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് കൊടുക്കുമ്പോൾ നമ്മുടെ ആഡിനോട് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് ലൊക്കേഷനാണോ, നമ്മുടെ ആഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആയിക്കോട്ടെ, എന്തിനാണോ എൻഗേജ്മെൻറ്റ് കിട്ടേണ്ടത് ആ എൻഗേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രയോറിറ്റി ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഓപ്ഷനിൽ പോകുമ്പം അൽഗോരിതം പ്രയോറിറ്റി കൺസിഡർ ചെയ്യുന്നത് ബിഡ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്താണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഇട്ട് നമ്മൾ ഒരു വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് വന്നാൽ അതൊരു എൻഗേജ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ സാധനം തന്നെ നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലീഡ് കോസ്റ്റ് ചിലപ്പോൾ കുറവായി, കാരണം ചുമ്മാ ഹായ് ഇടുന്ന ആൾക്കാരെ അടക്കം ഒരു ലീഡായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഹായ് ഇടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ചുമ്മാ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ആ വഴി പിന്നെ പോകും, തിരിച്ച് വരത്തില്ല. അവരുടെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യത്തില്ല, ഒരു മെയിൽ ഐ ഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാതെ, കോൺടാക്ട് ഇൻഫോ ഒന്നും പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാതെ ജസ്റ്റ് ഒരു ഹായ് ഇടും. അവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, നമുക്ക് വേണമെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ വിളിക്കാം. ഈ ഒരു ഓപ്ഷനിൽ അവിടെ ബ്രേക്ക് ആയി പോകും. ഇതാണ് എൻഗേജ്മെൻറ്റ് ഫേസിൽ ഞാൻ ഇത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം സൈഡ് പറഞ്ഞതാണ്. അൽഗോരിതം കൺസിഡർ ചെയ്യുമ്പോൾ അൽഗോരിതത്തിന് ആ ഒരു എൻഗേജ്മെൻറ്റ് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി ആ ഒബ്ജക്റ്റീവിനകത്ത്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം 10 പേര് വന്നു, ഒരു 5 പേര് അതിനകത്ത് ഹായ് മാത്രം ഇട്ടിട്ട് പോയാൽ ആ ഹായ് ഇട്ടിട്ട് പോയവരെ പോലെയുള്ള ആൾക്കാരിലേക്കും കൂടുതലും പോകും. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ പ്രോപ്പർ ലീഡ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവാണ് നമ്മൾ നമ്മുടെ ഔട്ട്കമായിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ലീഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണം. അപ്പോഴാണ് നമ്മളൊരു പ്രോപ്പർ ലീഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സഞ്ചർ ഉപയോഗിക്കാം, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കാം, ലീഡ് ഫോം ഉപയോഗിക്കാം. ഈ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ആ കോൺടാക്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പം അൽഗോരിതം പ്രൈമറിലി കൺസിഡർ ചെയ്യുന്നത് ആ വരുന്ന ഒരാൾ അയാളുടെ കോൺടാക്ട് ഇൻഫോർമേഷൻ മാക്സിമം ഷെയർ ചെയ്യണം. മനസ്സിലായോ? അപ്പം
ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് മാക്സിമം അൽഗോരിതം നോക്കുന്നത്. പക്ഷേ അവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ട്. അൽഗോരിതത്തിന് വന്ന് ഫുള്ള് നമ്മുടെ വാട്സപ്പ് മെസ്സേജും കാര്യങ്ങളൊന്നും എല്ലാം കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പരിധി വരെ ഒരു പ്രെഡിക്റ്റബിലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഒബ്ജക്റ്റീവ് വെച്ചാലും രണ്ട് ഒബ്ജക്റ്റീവിലും ആൾക്കാർക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മൾ തിയററ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലീഡ്സിൻ്റെ ഒബ്ജക്റ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫീച്ചറിനെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതിയിൽ. പക്ഷേ അവർക്ക് ഈ ലീഡ് വന്ന് അവർ കോൺടാക്ട് ഇൻഫോ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിലും എൻഗേജ്മെൻറ്റ് കൊടുത്താലും നമുക്ക് റിസൾട്ട് വരും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് സർവീസ് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിലുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലീഡ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് കാര്യങ്ങളിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷേ കൺവേർഷൻ അതെ. അപ്പം ലീഡ് ജനറേഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇത് വാട്സപ്പിൽ മാത്രം നോക്കുമ്പം എപ്പോഴും ലീഡ് എന്ന് പറയുന്ന അതായത് അതൊരു പ്രൊഡക്റ്റാണ് മെറ്റയുടെ. ഒരു പ്രോഡക്റ്റിൻ്റെ ഗോളെന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനും മറ്റേ പ്രോഡക്റ്റിൻ്റെ ഗോളെന്ന് പറയുന്നത് ലീഡ് ഫോംസ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഷെയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉള്ളൊരു സാധനം അൽഗോരിതത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. റെഡി ആയിട്ടോ? നമുക്കിപ്പോൾ കൺവേർഷൻ API ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? അത് സ്റ്റാർട്ടിങ്ങിലെ തന്നെ ക്യാപ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകണോ, അതേ കുറച്ച് സ്കെയിലിംഗ് സ്റ്റേജിലാണോ ക്യാപ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണം. ക്യാപ്പി എന്ന് പറയുന്നത് നമ്മൾ പിക്സൽ പോലെ, സോ ബേസിക്കലി ഇതൊരു ട്രാക്കിങ്ങിനകത്ത് പിക്സലിനുണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഓഫറിങ് മാത്രമാണ് ട്രാക്കിങ്ങിനകത്ത്. ട്രാക്കിങ് എപ്പോഴും നമ്മൾ ഇനീഷ്യലി തന്നെ ചെയ്യണം. ക്യാപ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന്. പിക്സൽ എന്ന് പറയുമ്പോൾ നമ്മളതൊരു കുക്കി ബേസ്ഡ് ആയിട്ടാണ് ട്രാക്കിങ് നടക്കുന്നത്. നമ്മൾ ബ്രൗസറിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഡേറ്റ പാസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമ്മൾ സെർവർ സൈഡിൽ നടക്കുന്ന ട്രാക്കിംഗ് മെത്തേഡാണ് ക്യാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ കുക്കീസ് അക്സെപ്റ്റ് ചെയ്യാത്ത യൂസേഴ്സിനെ നമുക്ക് ക്യാപ്പിയുടെ ഒരു ഹെൽപ്പോടെ കുറച്ചുകൂടെ നമുക്ക് ആ ഡേറ്റ അവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് രണ്ടും കമ്പൈൻ ചെയ്ത് വെക്കണം. ഇനി ട്രാക്കിംഗ് ഏർലി സ്റ്റേജ് യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ മേ ബി ഒരു വീഡിയോ വ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നാളെ റീടാർഗറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഈ വന്ന ഓഡിയൻസ് നിങ്ങളുടെ വെബ്സൈറ്റ് വന്ന് സ്പെൻഡ് ചെയ്ത ആക്ടിവിറ്റീസ്, അവിടെ ചെയ്ത ഇവൻറ്റ്സ്, ഇത് അൽഗോരിതത്തിന് അറിഞ്ഞെങ്കിലല്ലേ അതിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് സെയിൽസ് ക്യാമ്പയിനിലേക്ക് വരുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഒരു ട്രാക്കിംഗ് മെത്തേഡ് വേണം. ദാറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ നമ്മളുടെ ഡെസ്റ്റിനേഷൻ സോഴ്സ്, അത് വെബ്സൈറ്റ് ആയിക്കോട്ടെ, മൊബൈൽ ആപ്പ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ബ്രിഡ്ജ് വേണമല്ലോ ഡേറ്റ പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഏർലി സ്റ്റേജ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ആ ഡേറ്റ കണക്ഷൻ അവിടെ കിട്ടത്തില്ല. വേറെ ഡൗട്ടുള്ളത്, നമുക്ക് ടെക് സെക്ടറിൽ നമ്മൾ ആ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫ്രീ കോഴ്സസ് ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സ്റ്റേജിൽ ഫ്രീ കോഴ്സസ് ഒരുപാട് ഡൗൺലോഡ്സ് ഫ്രീ കോഴ്സ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ ഈ അൽഗോരിതം സിഗ്നൽസ് ആൾറെഡി ഈ ഫ്രീ കോഴ്സസ് ഡൗൺലോഡ് ചെയ്ത ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ പർച്ചേസിങ് ബിഹേവിയറുള്ള ആൾക്കാർക്ക് ഒരു ഗ്യാപ്പ് കൂടെ. അപ്പോൾ അതെങ്ങനെ പ്രോപ്പർലി നമുക്കത് അത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ ആൻസർ. നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത് എന്ത് ഡേറ്റ വെച്ചിട്ടാണ്? പർച്ചേസിങ് പവർ ഇല്ലാതെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടക്കാത്ത ആൾക്കാരുടെ ഡേറ്റയാണ് നിലവിൽ നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രെയിൻ ചെയ്തേക്കുന്ന ഡേറ്റ തന്നെയല്ലേ അവർ പ്രയോറിറ്റൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഓഡിയൻസിൻ്റെ ഡേറ്റയും നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് നമ്മുടെ ക്യാമ്പയിൻസിനകത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു ഫണൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. 2 ഫണലായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ എപ്പോഴും നമ്മൾ നോക്കേണ്ടതും ഈ ഒരു ഫണലിന് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഫണൽ എന്നുള്ളൊരു പ്രോസസ്സ് അറിയാം, പക്ഷേ അത് പ്രോപ്പറായിട്ട് ഒരു റിയൽ ലൈഫിൽ നമ്മൾ അതിനെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻ വരും. ഇപ്പോൾ ഫണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ KFCക്ക് എനിക്ക് ഫണൽ എക്സ്പ്ലെയിൻ ചെയ്യാനും എനിക്ക് ഫണൽ സജസ്റ്റ് ചെയ്യാനും എനിക്ക് കറക്റ്റായിട്ട് പറ്റും. കാരണം KFCക്ക് ആ ഫണൽ ഫുൾ പ്ലെഡ്ജിൽ ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പോൾ അവയർനെസ് എന്ന് പറയുന്നൊരു ഫണൽ, അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അവയർനെസ് ഒബ്ജക്റ്റീവ് ഇട്ടുകൊണ്ട് അത് ഫണലാവത്തില്ല. എൻ്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ KFCയുടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ KFCയുടെ ടോട്ടൽ മാർക്കറ്റ്, അഡ്രസ്സബിൾ മാർക്കറ്റ്, ഇപ്പോൾ UK ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ലെറ്റ്സ് ഒരു 10 മില്യൺ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ആ 10 മില്യൺ ഓഡിയൻസിൻ്റെ എത്ര പെർസെൻറ്റേജിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? എൻ്റെ അവയർനെസ് അവരിൽ എത്ര പെർസെൻറ്റേജിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും? ഇതാണ് ഞാൻ അവയർനെസ് സ്റ്റേജിൽ നോക്കുന്നത്. അല്ലാതെ ജസ്റ്റ് അവയർനെസ് ഒബ്ജക്റ്റീവ് ഇട്ടുകൊണ്ട് കാര്യമില്ല. ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KFCയുടെ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് നമുക്കൊരു ഹോട്ട് ഹണി ബർഗർ,
ഈ ബർഗർ എന്ന് പറയുന്ന ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം KFCയുടെ ടാർഗറ്റ് ഓഡിയൻസിലെ എത്ര ആൾക്കാരിലേക്ക് അറിയിക്കാൻ പറ്റും. ഇതാണ് അവയർനെസ്സിൻ്റെ ഞാൻ ഗോൾ നോക്കുന്നത്. അത് എത്ര പേരിലേക്ക് റീച്ച് ചെയ്തു, അത് എത്ര പേര് എൻഗേജ് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെ നെക്സ്റ്റ് ഒരു ഇവൻറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ഇതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ചുമ്മാ ട്രാഫിക്കോ അല്ലെങ്കിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് കാര്യമില്ല. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാൾ അറിഞ്ഞു, അയാൾക്കത് മേടിക്കണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല, ആ ഒരു ഡിസിഷൻ അയാളിൽ എത്ര പേരെടുത്തു, ഇതാണ് നമ്മുടെ ഔട്ട്കം. അല്ലാതെ നമ്മളൊരു ട്രാഫിക് ഒബ്ജക്റ്റീവ് ഇട്ടതുകൊണ്ട് നമ്മുടെ കൺസിഡറേഷൻ ഫണൽ അവിടെ വർക്കാവത്തില്ല. മനസ്സിലായി. ഈ ഔട്ട്കം ഡിഫൈൻ ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ക്യാമ്പയിനാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണ് എനിക്ക് പുഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതും എൻ്റെ ടോട്ടൽ ഉള്ള മാർക്കറ്റിൻ്റെ എത്ര പെർസെൻറ്റേജിന് എനിക്ക് എത്തിക്കാൻ പറ്റി. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കൺവേർഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അഗെയിൻ നമുക്ക് ഡയറക്റ്റ്ലി ഒരു അവയർനെസ് ക്യാമ്പയിൻ ചെയ്യാതെയും സെയിൽസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് ഇത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ എത്ര വലിലേക്ക് എത്തി. പറഞ്ഞ കിട്ടിയോ? നമ്മൾ ജസ്റ്റ് ടേംസ് മാത്രം വെച്ച് നമ്മൾ നോക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ ഈ ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്തേക്കുന്ന, ഈ കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്തേക്കുന്നതിൻ്റെ ആവശ്യകത. ഇപ്പോൾ ഒരു മാസം ടോട്ടൽ ബഡ്ജറ്റ് ഒരു 2000 രൂപയ്ക്കുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അവർ വന്ന് ഫണലിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ കാര്യമില്ല. ആ 2000 രൂപയ്ക്ക് അവർ അവയർനെസ് ക്യാമ്പയിൻ ചെയ്താലും ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു ഓഡിയൻസിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് മാക്സിമം ഒരു പഞ്ചായത്തിനായിരിക്കും അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. പിടികിട്ടിയോ? അപ്പം അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ ഒരു ഓൾ കേരള ലെവലിൽ ചെയ്യേണ്ട ഒരു മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഈ പറഞ്ഞ ബഡ്ജറ്റുമായിട്ട് അവർ ഫണലും കൂടി ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുന്നത്? മനസ്സിലായി. ഇത്രയും ഉള്ള ഒരു ലാർജ് സെറ്റ് ഓഫ് മാർക്കറ്റിനകത്തുനിന്ന് അവർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡേറ്റ സെറ്റിനെ മാത്രമാണ് അവർ അഡ്രസ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡേറ്റ സെറ്റിൽ നിന്ന് അവർക്ക് എങ്ങനെ ഹ്യൂജ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പറഞ്ഞ ഫണൽ ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആ ടോട്ടൽ മാർക്കറ്റിൻ്റെ മാക്സിമം ഷെയർ ഓഫ് വോയിസ് എന്ന് പറയും. ടോട്ടൽ നമ്മൾ അഡ്രസ്സബിൾ മാർക്കറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം 10 മില്യൺ ഓഡിയൻസ് സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിലൊരു 8 മില്യൺ ഓഡിയൻസിലേക്ക് എനിക്ക് എൻ്റെ അവയർനെസ് മെസ്സേജ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 8 മില്യൺ റീച്ച് എൻ്റെ ക്യാമ്പയിൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. നമുക്ക് 80% ഷെയർ ഓഫ് വോയിസ് ഈ ഒരു മെസ്സേജിങ്ങിൽ നമ്മൾ അച്ചീവ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലെ 80% ആൾക്കാരും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ നിലവിൽ അറിഞ്ഞു. അടുത്ത കൺസിഡറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ചുമ്മാ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്രോഡക്റ്റ് മേടിക്കാനായിട്ടുള്ള എന്തൊക്കെ കൺസിഡറേഷൻ ഫാക്ടേഴ്സാണ് നമ്മുടെ മെസ്സേജിങ്ങിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അത്തരത്തിലുള്ള എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ബെനിഫിറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാവണം ആ പ്രോഡക്റ്റിന്. ബെനിഫിറ്റ് ഇല്ലാത്ത പ്രോഡക്റ്റിന് ചുമ്മാ നമ്മൾ ട്രാഫിക് ഒബ്ജക്റ്റീവ് ഇട്ടതിൻ്റെ പേരിൽ നമുക്ക് കൺസിഡറേഷൻ അവിടെ വരത്തില്ല. മേ ബി കുറേ ക്ലിക്സ് വരും, വെബ്സൈറ്റിൽ ആൾക്കാർ വരും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അവിടെ സെയിം ടൈം ആ വാല്യൂ ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യണം, അത് പ്രോപ്പറായിട്ട് നമ്മൾ കൺവെയിൻ ചെയ്യണം. അത് പ്രോപ്പർ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് രീതിയിൽ ഒരു എക്സിക്യൂഷൻ നടക്കുന്നത്. മനസ്സിലായി. നമ്മളിപ്പോൾ പല മാർക്കറ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. റോസൊക്കെ നോക്കുമ്പോൾ ഹൈ ആയിരിക്കും, പക്ഷെ ഒരു ബിസിനസ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ അതൊരു സ്റ്റേബിൾ ഇങ്ങനെ സ്റ്റഡിയിൽ തന്നെ അവർ പ്രോഫിറ്റബിൾ ആയിരിക്കത്തില്ല. അത് സിമ്പിൾ കാര്യമാണ്. റോവാസ് ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് ഒരു 4 റോവാസാണ് ഹെൽത്തി റോവാസ്, അല്ലെങ്കിൽ 5 റോവാസാണ് ഹെൽത്തി റോവാസ്. ഇത് എവിടുന്ന് എടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രാക്ടീസ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയും. ഇത് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇടുക, ജസ്റ്റ് കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഹസന് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു പ്രൈസ് നമുക്കൊരു 100 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിന് ഹസന് വരുന്ന ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. 40% ഇപ്പം എക്സ്പെൻസ് ആണ് അല്ലേ. റിമൈനിങ് ഇപ്പോൾ 60% പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. ഓക്കെ, നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഹസന് 60 രൂപ ഇപ്പം നിലവിൽ 100 രൂപയുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റിനകത്ത് ഹസന് റോവാസ് മാറ്റിയാലും കോസ്റ്റ് പെർ പർച്ചേസ് 40 രൂപയായാലും സ്റ്റിൽ 20 രൂപ പ്രോഫിറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്കൊന്നെങ്കിൽ ഈ കോസ്റ്റ് പെർ പർച്ചേസ് അല്ലെങ്കിൽ CPA എന്നുള്ള ലെവൽ വെച്ച് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന CPA ഇതാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്ര രൂപ ഒരു സെയിലിൽ നിന്ന് എനിക്ക് കിട്ടത്തുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്ര സെയിൽസ് കൊണ്ടുവരാൻ പറ്റും. ഇത് പ്രോഫിറ്റബിളായിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, രണ്ടാമത്തെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റോവാസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റിന് വരുന്ന പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റോവാസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. എനിക്കിപ്പം വരുന്ന ഒരു ആവറേജ് കോസ്റ്റ് പെർ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ് എമൗണ്ട് ആണ്. ലെറ്റ്സ് സേ 500 റുപ്പീസാണ്. ഓക്കെ, 500 റുപ്പീസാണ് എനിക്കിപ്പോൾ കിട്ടുന്ന കോസ്റ്റ് പെർ പർച്ചേസും എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 റുപ്പീസാണ്. അപ്പം നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു റോവാസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം നോക്കുമ്പം റോവാസ് ബേസ്ഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 500 ആണ് എൻ്റെ കോസ്റ്റ് പെർ പർച്ചേസ് 2000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റിന്.
ഈ പ്രോഡക്റ്റിന് 4 റവാസ് വന്നു, പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലാവും. ഇവിടെ ഒരു ട്രിക്കി ആയിട്ടുള്ള പാർട്ട് അല്ല, ഇവിടെ ആഡ് സ്പെൻഡ് മാർക്കറ്റിംഗ് വിടുക. ഇവിടെ ബിസിനസ് ഓണർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ റോവാസ് 4 എന്നുള്ള നമ്പർ കിട്ടി, ചിലപ്പം മാർക്കറ്റർ അത് വളരെ നല്ലൊരു ഡേറ്റ ആയിട്ട് പറയും. പക്ഷേ ബിസിനസ് ഓണർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണ്. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് 2000 രൂപയ്ക്ക് നിങ്ങൾ സെല് ചെയ്യുന്ന പ്രോഡക്റ്റിന് നിങ്ങൾക്ക് ഒരു 1200 രൂപ എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 1300 രൂപ എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഡയറക്റ്റ്ലി മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വൈറ്റ് ലേബൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് മാർജിൻ കുറവാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 1200 രൂപ പ്രോഡക്റ്റിൻ്റെ COGS ആയിട്ട് തന്നെ പോയി. അത് ഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ പൈസ, ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ടാക്സും പോയി കഴിഞ്ഞിട്ട് മിച്ചം നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു 400 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. മാർക്കറ്റിംഗ് കൂട്ടാതെ നിങ്ങൾക്ക് 400 രൂപയാണെന്ന് വിചാരിക്കുക. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ 500 രൂപ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് നഷ്ടം 100 രൂപയുണ്ട്. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ നമ്മൾ റോവാസ് നോക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ ഈ സിറ്റുവേഷനിൽ റോവാസിന് കാര്യമില്ല, ജസ്റ്റ് നമ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇവിടെ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടുന്ന മാർജിൻ എത്ര പെർസെൻറ്റേജ് ഉള്ളൂ. അപ്പോൾ ആ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര CPI മാക്സിമം നടത്തണം. ഓക്കെ, ഇനി അതല്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ പക്ക ഒരു ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ ഞാൻ പറയുവാണെങ്കിൽ അവർക്ക് അവിടെ ചെയ്യേണ്ടത് എന്താ, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ റോവാസ് ഇൻക്രീസ് ചെയ്യുക, അതും അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് പെർ പർച്ചേസ് റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് പെർ പർച്ചേസ് കുറയ്ക്കുമ്പം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 2000 തന്നെയാണ്, 500 എന്നുള്ള കോസ്റ്റ് പെർ പർച്ചേസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റോവാസ് ഇൻക്രീസ് ആവും. ഓക്കെ, അങ്ങനെ വേണം. ഒന്നെങ്കിൽ അവർക്ക് റോവാസ് മിനിമം ഇത്ര വേണം എന്നുള്ളൊരു നമ്പർ, അവർക്കൊരു ഗോൾ KPI സെറ്റ് ചെയ്യാം. ആ റോവാസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ മാർക്കറ്ററിനോട് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് പെർ പർച്ചേസ് നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കോസ്റ്റ് പെർ പർച്ചേസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ റാൻഡമായിട്ട് പോയി നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിയ അക്കൗണ്ടിൻ്റെ ഡേറ്റ, ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുക, അതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 to 20% നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളത് റിയലിസ്റ്റിക് ആണ്. അത് എയിം ചെയ്യുക, അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ സ്കെയിൽ ചെയ്യാനായിട്ട് നോക്കാൻ പറയാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റോ സർവീസോ ആണ് വരുന്നത്, നമുക്കൊരു ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് പ്രാക്ടീസ് എങ്ങനെ? ഫസ്റ്റ് നമ്മൾ ട്രയൽ ക്യാമ്പയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസ് നമ്മളുടെ ബെഞ്ച് മാർക്കാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഡേറ്റ നോക്കിയിട്ട് കാര്യമില്ല, നമ്മളുടെ ഓൺ ഡേറ്റ വേണം. ആ ഡേറ്റ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ രീതിയിൽ ട്രയൽ ക്യാമ്പയിൻ ചെയ്യുക. ഓക്കെ, അത് അങ്ങനെയാണ് എല്ലാം. മാർക്കറ്റിംഗ് ബഡ്ജറ്റിൻ്റെ 10% 20% അങ്ങനെയൊന്നുമില്ല. അതായത് അങ്ങനെ തന്നെ നോക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു മാർക്കറ്റിൽ നമുക്ക് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ടോട്ടൽ വലിയൊരു മാർക്കറ്റാണ്, ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റ കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു കാര്യമില്ല, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം അതിനെ വീണ്ടും നാരോ ചെയ്യാം. നിങ്ങൾക്ക് Tier 1 സിറ്റീസ് മാത്രം വേണം എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ അത്യാവശ്യം ഇത്ര പേരിലേക്കെങ്കിലും മിനിമം പോയി ഒരു മിനിമം ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ബ്രോഡായിട്ട് നമുക്ക് ഈ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് സ്കെയിലിംഗ് പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരിക്കലും ഒരു കോൺസെപ്റ്റിൽ പിടിച്ച് നിൽക്കില്ല. ഇത് മാർക്കറ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ഒരിക്കലും ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ മാത്രം പിടിച്ച് നിൽക്കില്ല. നമ്മൾ കോമൺ സെൻസ് ആണ് ഇവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അപ്പോൾ ഭയങ്കര ഈസിയാണ് കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. ഇപ്പോൾ റോവാസിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് 0 ഐഡിയ ആണ്. ആർക്കാണ് ഇത് വർക്ക് ആകുന്നത്, എത്ര കോസ്റ്റ് അവർ മേടിക്കും, അല്ലെങ്കിൽ എത്ര പേരിലേക്ക് എത്തിയാലാണ് എൻ്റെ പ്രോഡക്റ്റ് പറഞ്ഞാൽ വിറ്റ് വന്നത്, ഇതെനിക്കറിയത്തില്ല. അതെനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ആൾക്കാരിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ എനിക്ക് എൻ്റെ കയ്യിൽ എനിക്ക് മുടക്കാനായിട്ട് എത്ര വരെ പറ്റും, ഒന്നെങ്കിൽ എനിക്ക് അത് മാക്സിമം വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഡേറ്റ നോക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് എത്രയാണെന്ന് നമ്മൾ പഠിക്കുക. കുറച്ചുകൂടെ പ്രൊഫഷണൽ ആണെങ്കിൽ ആ മാർക്കറ്റിനെ നോക്കുക, എത്രത്തോളം ഓഡിയൻസ് സൈസ് ഉണ്ട്, അതിൽ മിനിമം നമുക്ക് എത്ര പെർസെൻറ്റേജിലേക്ക് നമുക്ക് പോയാൽ ഒരു സസ്റ്റൈനബിളായിട്ട് നമുക്ക് വരും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ നമുക്ക് കിട്ടും. നമുക്ക് AI ടൂൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ? മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം ബേസിക്കായിട്ട് നമുക്ക് ഇപ്പോൾ പെർപ്ലെക്സിറ്റി ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നന്നായിട്ട് നമുക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഞാൻ ബ്ലൈൻഡ്ലി ഒരിക്കലും ഒരു AI ടൂൾ ഞാൻ ബ്ലൈൻഡ്ലി റെക്കമെൻഡ് ചെയ്തില്ല. ഒരു ടൂൾ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു റിസൾട്ടിന് എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ChatGPT വന്നിട്ട് ഈ ഒരു ക്യാമ്പയിന് റിസൾട്ടില്ല, ഇന്ന സാധനങ്ങൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡേറ്റ കൊടുക്കുമ്പോൾ എനിക്ക് കുറേ സജഷൻ തരുക. അത് നോക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് മനസ്സിലാവും അതിനകത്ത് വിച്ച് മേക്ക് സെൻസ് വിച്ച് ഡസൻ മേക്ക് സെൻസ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. ഇത് അറിയത്തില്ലാത്ത ഒരാൾ നേരെ അവസാനം പോയി ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ കൊടുത്ത ഡേറ്റയും നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്
ഡാറ്റ തരുന്നത്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് AI ടൂൾസിൻ്റെ നമുക്ക് വേണ്ടിയിട്ട് 100% നമുക്ക് വേണ്ട ഒരു സാധനം ഒരു 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 ക്ലിക്ക് ആൻഡ് വെയിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന AI ടൂൾസ് ആണെങ്കിൽ അത് നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ഏജൻറ്റ് ഇപ്പോൾ ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഏജൻറ്റ് ആണെങ്കിൽ എനിക്ക് എൻ്റെ ടീമിനെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. കാരണം എനിക്കറിയാം ഇതിനകത്ത് ജസ്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സാക്റ്റ് ഔട്ട്പുട്ട് അവിടെ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പോൾ എൻ്റെ ടീമിന് ഒരു ഡേറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സൊല്യൂഷൻ അവിടെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു തേർഡ് പാർട്ടി ടൂള് നമ്മൾ എടുക്കുമ്പോൾ കുറേ കൂടെ ബ്രോഡർ പിക്ചർ ആയിരിക്കും അത്. അതിൽ നമുക്ക് വേണ്ട എക്സാക്റ്റ് സാധനം നമുക്ക് 100% എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ടേക്ക് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു 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 കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെയും ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ടൂൾസിൽ പോകണ്ട. ബേസിക് ലെവലിൽ തന്നെ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് ChatGPTയോ അല്ലെങ്കിൽ ജെമിനയോ പെർപ്ലെക്സിറ്റിയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുക എങ്ങനെയാണ് മാർക്കറ്റ് റിസർച്ച് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഗൈഡ് ചെയ്യുക. അവരെ ഒരു അസിസ്റ്റൻ്റായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ അവർ മാർക്കറ്റ് റിസർച്ച് എനിക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ കൊണ്ടുവരുന്ന ഡേറ്റ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സിമിലർ പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു മാർക്കറ്റിലുള്ള പ്ലെയേഴ്സിനെ എടുക്കുക, അവരുടെ പ്രോഡക്റ്റ്സിന് കിട്ടുന്ന കംപ്ലയിൻറ്റുകൾ എന്താണെന്ന് കളക്ട് ചെയ്യുക, ആ കംപ്ലയിൻറ്റുകൾ എത്ര കാര്യങ്ങൾ എൻ്റെ പ്രോഡക്റ്റ് സോൾവ് ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രോഡക്റ്റ് സോൾവ് ചെയ്യാത്ത എത്ര ബെനിഫിറ്റ്സ് മറ്റ് പ്രോഡക്റ്റ്സിനുണ്ട്, അവരുടെ പ്രൈസ് റേഞ്ചും എൻ്റെ പ്രൈസ് റേഞ്ചും കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്, ഇത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവർ ഈ ഡിഫറൻസ് എങ്ങനെയായിരിക്കും നോക്കാൻ പോകുന്നത്, ഇതിനെ എല്ലാം കൺസിഡർ ചെയ്തിട്ട് എനിക്കൊരു ഫൈനൽ റിപ്പോർട്ട് താ. അപ്പോൾ ഇത് ഞാൻ വളരെ ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിട്ടുന്നൊരു ഡേറ്റയിൽ നിന്ന് എനിക്ക് ഒരു പരിധി വരെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കൊടുത്ത് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റ് റിസർച്ച് അവിടെ ചെയ്തേക്കുന്നത്. സോ എനിക്കവിടെ കൺട്രോളുണ്ട്. അല്ല ഞാൻ ചുമ്മാ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നു പറഞ്ഞ് ഞാൻ ഒരു AI ടൂളിൽ പറഞ്ഞിട്ട് അവിടെ കിട്ടുന്ന ഡേറ്റ അത് വെച്ച് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കോൺഫിഡൻസ് കുറവായിരിക്കും. ഓക്കെ. സോ ഇപ്പോൾ ഇതാണ് ഡിഫറൻസ്. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുള്ളാണ് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്താലും. ഓക്കെ. ഒരു ക്യാമ്പയിൻ ലൈവ് പോകുന്നതിന് മുമ്പ് ഒരു മാർക്കറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയായിരിക്കും? ക്യാമ്പയിൻ ലൈവ് ആവുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് QA ആണ്. ക്യാമ്പയിൻ QA ചെയ്യുക. നമ്മൾ ചെയ്തേക്കുന്ന ക്യാമ്പയിൻ നമുക്ക് ചെയ്യേണ്ട മീഡിയ പ്ലാനിനോട് അലൈൻഡ് ആണോ, അവിടെ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ബഡ്ജറ്റ് കറക്റ്റാണോ, ഓഡിയൻസ് കറക്റ്റാണോ, നമ്മൾ ചെയ്ത ആഡ്സിനകത്തുള്ള കോപ്പീസ്, ഡെസ്റ്റിനേഷൻ ലിങ്ക് ഇതെല്ലാം കറക്റ്റാണോ, ഫുള്ളി ചെയ്തേക്കുന്ന ടോട്ടൽ ക്യാമ്പയിൻ സെറ്റപ്സ് നമുക്ക് വേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യുക. അതാണ് ഫസ്റ്റ് QA ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ ലൈവ് ആക്കാം. ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെട്രിക്സ് എന്തൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ മീഡിയ പ്ലാൻ നമുക്ക് ആവശ്യമുണ്ട്. ക്യാമ്പയിൻ ലൈവ് ആയി അതിൽ നിന്ന് വരുന്ന ഇനീഷ്യൽ റിസൾട്ട് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന ഗോളിനോട് അലൈൻഡ് ആയിട്ടാണ് നമുക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. ഇതിന് നമ്മൾ പേസിങ് ചെക്കിങ് എന്നാണ് പറയുന്നത്. പേസിങ് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് 10,000 രൂപ സ്പെൻഡ് ചെയ്യണം. നമുക്ക് ടോട്ടൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 100 ലീഡ് വരണം 10 ദിവസം കൊണ്ട്. നമ്മൾ 5ാമത്തെ ദിവസം എത്തി. 5ാമത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് 4,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്യേണ്ട 10,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആവറേജ് എത്ര സ്പെൻഡ് ചെയ്യണം? 10 ദിവസം കൊണ്ടാണെങ്കിൽ ഒരു ദിവസം 1000 ആവറേജ് സ്പെൻഡ് ചെയ്യണം. നിലവിൽ നമ്മൾ 5 ദിവസമായിട്ടും 4,000 രൂപയെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1000 രൂപയുടെ സ്പെൻഡിങ് ഇപ്പോൾ നമ്മൾ പുറകിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ, മീഡിയ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട ഗോളിൽ ഇവിടെ നമ്മളിപ്പോൾ ഇച്ചിരി ഡൗൺ ആണ്. അപ്പോൾ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് കുറവ് സ്പെൻഡ് ആയിരിക്കുന്നത്, ആ ക്യാമ്പയിൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനെ നോക്കാം. ഇനി നമുക്ക് 10 ദിവസം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ലീഡ് എത്രയാണ്? 100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം ആവറേജ് എത്ര ലീഡ് കിട്ടണം? 10 വെച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ 5 ദിവസം എത്തുമ്പോൾ നമുക്ക് ആവറേജ് 50 ലീഡ് കിട്ടണം. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഓക്കെ. ഇതുപോലെ നമ്മളുടെ മീഡിയ പ്ലാനിലുള്ള നമ്മുടെ KPIs എന്താണോ അത് നമ്മൾ പോകുന്ന ഓൺ ദ ഗോയിൽ നമുക്ക് കറക്റ്റ് അലൈൻഡ് ആയിട്ടാണോ പോകുന്നത്. നമ്മൾ ഇത്ര 10% എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പം ആ 10% നമുക്ക് റിസൾട്ട് കിട്ടിയോ? അതിന് മുകളിലാണെങ്കിൽ ഓക്കെ, ഹാപ്പി. അതിന് താഴെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ക്യാമ്പിൻ്റെ എന്ത് പ്രശ്നം കൊണ്ടായിരിക്കും നമുക്കിത് താഴെ പോയിരിക്കുന്നത് അത് ഐഡൻറ്റിഫൈ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രൈമറി KPIസും സെക്കൻഡറി KPIസും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. അവിടെ നമുക്ക് എന്ത് ചേഞ്ചാണോ വരുത്തേണ്ടത് ആ ചേഞ്ച് വരുത്തുക. എന്നിട്ട് അത് ഈ സെയിം ലൂപ്പിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പേസിങ് ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ നമ്മൾ നമ്മുടെ ഗോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ഓക്കെ. ആ ഗോൾ കഴിയുമ്പോൾ പിന്നെ ആ ക്യാമ്പയിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ. ഈ മീഡിയ പ്ലാൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മീഡിയ പ്ലാൻ എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സിനും ഫ്രഷ് പുതുതായിട്ട് വരുന്ന മാർക്കറ്റേഴ്സിനും ആ മീഡിയ പ്ലാൻ ടൈം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മീഡിയ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കിനും കോംപ്ലിക്കേറ്റഡ് അല്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പം ഞാനിപ്പോൾ എമൗണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട്
പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഈ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ഞാൻ ആ ക്യാമ്പയിനകത്ത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഔട്ട്കം എന്താണോ, ഇതിനെല്ലാം നമ്മളൊരു നമ്പർ ബേസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോട്ടൽ ആക്ടിവിറ്റീനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ഒരു ടോട്ടൽ പ്ലാൻ. ഈ പ്ലാനിനെയാണ് ബേസിക്കലി നമ്മൾ മീഡിയ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാനിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട കുറച്ച് പാർട്ടെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന ക്യാമ്പയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ്, ആരെയാണ് കാണിക്കുന്നത്, ടാർഗറ്റിങ്, അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഡേറ്റ് റേഞ്ചിലാണെങ്കിൽ ആ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, ഇതിൽ നിന്ന് വരേണ്ട ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ KPI എന്താണ്, ആ KPIയുടെ ബെഞ്ച് മാർക്ക് എന്താണ്, ആ ബെഞ്ച് മാർക്ക് വെച്ച് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം റിസൾട്ട് ഈ ക്യാമ്പയിൻ സ്പെൻഡ് ചെയ്യുമ്പോൾ വരും. അതായത് ഇപ്പോൾ ചോദിക്കത്തില്ലേ, നമ്മളിപ്പോൾ ഒരു 10,000 രൂപ സ്പെൻഡ് ചെയ്ത് നമുക്ക് എത്ര ലീഡ് കിട്ടും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മീഡിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആവറേജ് ലീഡ് കോസ്റ്റ് നമുക്ക് വേണം, എങ്കിലേ മീഡിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ആവറേജ് ലീഡ് കോസ്റ്റ് നമുക്ക് 10 ആണെങ്കിൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലീഡ് വരും എന്ന് നമുക്കറിയാം. അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം. അത് ലൈവ് ആക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഡേറ്റയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്താൽ മതി. മെഷർ ചെയ്ത് പോകണം. ഒരു മീഡിയ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അത് ഇപ്പം പറഞ്ഞ അനുസരിച്ച് തന്നെയാണ്. നമ്മൾക്ക് ആദ്യമേ വേണ്ടത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി വേണം. ഓക്കെ. അപ്പം മീഡിയ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ബേസിക്കലി ഏജൻസിയിൽ നമ്മളൊരു മീഡിയ റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത്. ശരിക്കും ഇത് വരുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലയൻറ്റ് ഒരു റിക്വയർമെൻറ്റ് പറയും, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അവർ ബ്രീഫ് ചെയ്യും. അതിന് മീഡിയ ബ്രീഫ് എന്ന് പറയും. അപ്പോൾ ആ ബ്രീഫിന് ആവശ്യമുള്ള സൊല്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒരു ഡെക്കായിട്ട് നമ്മളൊരു പ്രസൻറ്റേഷനായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലത്തിലുള്ള ആ ഫോർമാറ്റ്സും അങ്ങനത്തെ ക്യാമ്പയിൻ ടൈപ്സൊക്കെ നമ്മൾ ഒരു പ്രസൻറ്റേഷനായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും, പ്രസൻറ്റ് ചെയ്യും അവർക്ക്. സോ അതിനകത്ത് അവരുടെ ഫീഡ്ബാക്ക്സും അവർ അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ മീഡിയ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്കിപ്പം ഓൾറെഡി നമ്മുടെ ഐഡിയ സെല് ചെയ്തു. ഇനി ആ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീഡിയ പ്ലാൻ. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ മീഡിയ പ്ലാൻ സ്റ്റേജ് വന്നു. ഇത് എന്നിട്ട് അവർക്ക് കൊടുക്കും. അത് അവർ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഓഫ് കോഴ്സ് നമുക്ക് വേണം. അത് വെച്ചാണ് നമ്മൾ നമ്മുടെ റിസൾട്ടിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടോട്ടലുള്ള ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്ട്രാറ്റജി, അതിനുള്ള റാഷണൽ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുക. ഓക്കെ. അതാണ് സിമ്പിളായിട്ട് മീഡിയ. നമ്മൾ നേരത്തെ പറഞ്ഞ മെട്രിക്സുകളെല്ലാം ആ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ശരി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ്. നമ്മൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഇതിനോട് അലൈൻഡ് ആവുന്ന രീതിയിൽ ഒരു ഫൈനൽ ഡോക്യുമെൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഷെബിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെബിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, മാർക്കറ്റേഴ്സും ബിസിനസ് ഓണേഴ്സും ഒക്കെ ഉള്ളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.